പാട്ടിൻ്റെ വഴി മൂന്നാം ലക്കം. ഇന്ന് ഈ പ്രോഗ്രാമിൽ സഹ അവതാരകയായി വരുന്നത് ഗ്രാമീണത്തെ സംബന്ധിച്ച് ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ജഹാനയാണ്. സ്വാഗതം ജഹാന. താങ്ക് യു സർ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മലയാള ഗാനരചന തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൽ തുടക്കം കുറിച്ച നമ്മുടെ അഭയദേവ് സാറിനെയാണ് ഇത് നമ്മൾ പരിചയപ്പെടുന്നത്. അതെ അതെ. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാന രചനയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പിതാവെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് പി ഭാസ്കരനെയാണ്. അത് ശരിയുമാണ്. ഇപ്പോൾ എൻ വിജയൻ സാറിൻ്റെ ഒരു വാചകം കടമെടുത്താൽ ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ദേശത്തിൻ്റെതായ അടിത്തറയും നാടൻ വ്യാകരണവും നിർമ്മിച്ച ഭാസ്കരൻ മാഷാണ് വയലാറിനെയും ONVയെയും മലയാള സിനിമ ഗാന രംഗത്ത് സാധ്യമാക്കിയത് എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഈ ചോദ്യം ഒരുപക്ഷെ നമ്മൾ ഭാസ്കരൻ മാഷിനോട് ചോദിച്ചിരുന്നെങ്കിൽ മലയാളിത്തമുള്ള ഗാനങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ എഴുത്തുകാരൻ ആരാണ് എന്നൊരു പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം നിശ്ചയമായും പറയുമായിരുന്നു ഉത്തരം അഭയദേവ് സാർ എന്ന് തന്നെയാവും എന്നാണ് ഞാൻ കരുതുന്നത്, ഇല്ലേ? അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് അദ്ദേഹം 1949 വെള്ളി നക്ഷത്രം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഗാനരചന നടത്തുന്നത്. അതിനുള്ള എല്ലാ സോങ്ങുകളും അദ്ദേഹം തന്നെയാണ് എഴുതിയത്. പിന്നെ അതുപോലെ സംഗീതം കൊടുത്തിരിക്കുന്നത് പി ചിദംബരനാഥ് ആയിരുന്നു ആ സിനിമയിലെ ഗാനങ്ങൾ ഒരുക്കിയത്. തൊട്ടടുത്ത വർഷമാണ് ഉദയായുടെ തന്നെ നല്ല തങ്ക എന്ന് പറയുന്ന സിനിമ വരുന്നത്. ആ സിനിമയിലാണ് ഒരു പുതിയ കൂട്ടുകെട്ട് വരുന്നത്. ആ കൂട്ടുകെട്ട് അറിയാലോ, ദക്ഷിണാമൂർത്തി സ്വാമികളും അഭയദേവുമായിട്ടുള്ള കൂട്ടുകെട്ട്. ഒരുപക്ഷെ മലയാളത്തിലെ പിന്നീട് വന്ന പല പ്രസിദ്ധമായ കൂട്ടുകെട്ടുകളും ഉണ്ട്, അല്ലെ? ഇപ്പൊ വയലാർ ദേവരാജൻ, പി ഭാസ്കരൻ, കെ രാഘവൻ മാഷ്, അതുപോലെ പി ഭാസ്കരൻ, ബാബുരാജൻ, ഇങ്ങനെയൊക്കെയുള്ള ആ കൂട്ടുകെട്ടിന്റെ പിറവി എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ്. അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും ഒരുപാട് കാര്യങ്ങളിൽ ഒരു പ്രാരംഭകൻ എന്നുള്ള നിലയ്ക്ക് എന്നും അഭയദേവ് സാർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഇത് മലയാളികൾ എന്നും മനസ്സിൽ മായാതെ സൂക്ഷിക്കുന്ന ഒരു പാട്ടിൽ നമുക്ക് താരാട്ടുപാട്ട്. അതാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി. താരാട്ടുപാട്ടുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ പാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആ പാട്ട് ജഹാന തന്നെ പാടിയല്ലോ. ആ പാട്ട് എന്നാ ജഹാനയുടെ ആ പ്രസിദ്ധമായ, അതായത് ഒരുപക്ഷെ നമ്മൾ അഭയദേവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന പാട്ട്, അത് ആ പാട്ടില് നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. നിന്നാലേ പുൽമാടും പൂമേടയായടാ, നിന്നാലേ പുൽമാടും പൂമേടയായടാ,
വന്നടാ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂം പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങിൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. രാജാവായി തീരും നീ ഒരു നാളിലോമനേ, രാജാവായി തീരും നീ ഒരു നാളിലോമനേ. മറക്കാതെയന്നു തൻ താതൻ ശ്രീരാമനേ, രാമനേ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂം പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങിൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ആരിരാരോ രാരിരോ രാരിരാരോ രാരിരോ ആരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. ജഹാനയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഈ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ശക്തി സ്രോതസ് എന്ന് പറയാവുന്ന നമ്മുടെ ഷാജിയോട് തന്നെ ചോദിക്കാം. അവിടെ ഉത്തരവൊന്നും കിട്ടൂല കേട്ടോ, അതിന്റെ ചിരി മാത്രമേ വരുള്ളൂ. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ജഹാന ഈ പാട്ട് പാടിയത്. താങ്ക് യു സർ. സാർ, ഈ ഒരു പാട്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പി സുശീലാമ്മയുടെ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ പാട്ടാണിത് അല്ലേ? 1960 സീത എന്ന് പറയുന്ന സിനിമയിലെ ഏകദേശം 64 വർഷമാകുന്നു. 64 വർഷമാകുന്നു. ഇപ്പോഴും ആ കാറ്റഗറിയിൽ, ഈ താരാട്ട് പാട്ട് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതെന്ന് പറയാവുന്ന ഒരു പാട്ട് ഇനിയും വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്, വളരെ ശരിയാണ് കാര്യം. അപ്പൊ നമുക്ക് വീണ്ടും പിന്നെ എന്താണ് അഭയദേവ് സാറിലേക്ക് തന്നെ വരാം. അദ്ദേഹത്തിന്റെ ജനനം കോട്ടയം ജില്ലയിലെ പള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുപാട് കാര്യങ്ങളിൽ പ്രാരംഭകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. അതെ, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ അതില് നമ്മുടെ ഈ MP പോള് കാരൂർ എന്ന് പറഞ്ഞാൽ ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് പറയുന്ന ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ട് സാഹിത്യ പ്രവർത്തകരുടെ ഒരു സഹകരണ സംഘം വരിക എന്ന് പറയാം. അവർക്ക് റോയൽറ്റി കിട്ടുന്ന. അപ്പൊ അതില് MP പോൾ സാറിനോടും കാരൂർ സാറിനോടും ഒക്കെ ഒപ്പം അഭയദേവും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രസിഡന്റുമായിട്ടുണ്ട്. പിന്നെ നിഘണ്ടു ഈ ഹിന്ദി മലയാളം, മലയാളത്തിലെ ഇന്നും ഏറ്റവും പ്രാമാണികമായി കരുതുന്ന നിഘണ്ടു അഭയദേവ് സാറിന്റെ ഹിന്ദി മലയാളം നിഘണ്ടുവാണ്. ഇപ്പോഴും ഏറ്റവും ആധികാരികമായിട്ട് കരുതുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോ വരും തലമുറയൊക്കെ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന്റെ പേരിലായിരിക്കും. അതെന്ന് പറഞ്ഞൊരു തപസ്യാണ്. നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്തൊരു. പിന്നെ നമ്മള് സാറിനെ കുറിച്ച് പറയുമ്പോ സാറിന്റെ ജീവിത വിജയങ്ങളുടെ ഒക്കെ രഹസ്യം എന്ന് സാറ് കരുതുന്നത് ഒരു യോഗീശ്വരന്റെ അനുഗ്രഹമാണ്. അതിനെ സംബന്ധിച്ച് പറഞ്ഞാല് അത് 1920 ആ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അന്ന് പ്രാദേശികമായിട്ട് അവിടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു കവി എന്നുള്ള നിലയ്ക്കൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ കരുമാലിൽ കേശവപിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്. അപ്പോൾ അദ്ദേഹം അന്ന് 7 or 8 വയസ്സ് മാത്രം പ്രായമായുള്ള അയ്യപ്പൻപിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനെയും കൂട്ടി റോഡ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കാറ് റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങി അതിന്റെ റേഡിയേറ്റർ തണുപ്പിക്കാൻ അതിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കാറിലെ യാത്രക്കാരായിട്ടുള്ള 2 പേര്
ഇറങ്ങി റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നു. ഒരാളൊരു കാവ്യ വസ്ത്രം പൊതിച്ചിട്ടുണ്ട്, മറ്റേ ആള് എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാണ്, ഷർട്ടൊക്കെ ധരിച്ച ഒരാളാണ്. ഒരു കണ്ട മാത്രയിൽ കേശവപിള്ള മകനോട് പറഞ്ഞു, ആ നിൽക്കുന്നത് ഒരു മഹായോഗിയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കവിയാണ്, അദ്ദേഹം ഇന്നിൻ്റെ മാത്രമല്ല നാളെയുടെയും കവിയാണ്. നീ പോയിട്ട് ആ യോഗി വര്യൻ്റെ നിന്ന് എന്നെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊച്ച് അയ്യപ്പൻപിള്ള പോയിട്ട് അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട് നമസ്കരിച്ചു. ആ സമയത്ത് അദ്ദേഹം ഈ കുട്ടിയുടെ ശിരസിൽ കൈവച്ചിട്ട്, നന്നായി പഠിക്കണം, നീ വലിയവനാകും എന്ന് ആശീർവദിച്ചു. ആ യോഗീശ്വരൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരുദേവനും തൊട്ടടുത്ത് നിന്ന് കുമാരനാശാനുമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പാട്ടിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള പാട്ടാണ് പനനീർ മലരിനൊരു ഇതൾ കൊഴിഞ്ഞാലും എന്ന് പറയുന്ന പാട്ട്. ആ പാട്ട് പാടിയിരിക്കുന്ന ആരാന്നറിയോ? അത് കരീം സാറാണ് പാടിയിരിക്കുന്നത്. അപ്പൊ കരീം സാറിന്റെ ആ പാട്ട് നോക്കുന്ന കേൾക്കാം. തീർച്ചയായും. പനനീർ മലരിനൊരിതൾ കൊഴിഞ്ഞാലും കാതി കുറഞ്ഞിടുമോ, നിൻ തളിർമേയിന് കൈ പോയാലും ചന്തം കുറഞ്ഞിടുമോ, ചന്തം കുറഞ്ഞിടുമോ. പനിനീർ മലരിനൊരിതൾ കൊഴിഞ്ഞാലും കാതി കുറഞ്ഞിടുമോ, നിൻ തളിർമേയിന് കൈ പോയാലും ചന്തം കുറഞ്ഞിടുമോ, ചന്തം കുറഞ്ഞിടുമോ. പൂന്തേൻ തേടും പണ്ടിനു പൂവിൻ നിറമൊരു കഥയാണോ, പൂന്തേൻ തേടും പണ്ടിനു പൂവിൻ നിറമൊരു കഥയാണോ, ഹൃദയം തേടുമെനിക്ക് തനുവിൻ കുറവിൽ വ്യഥ വേണോ, കുറവിൽ വ്യഥ വീണു. ശ്രുതിയിൽ ചേർന്നു ലയിച്ചാൽ പിന്നൊരു ഗാനം കേൾക്കണമോ, ശ്രുതിയിൽ ചേർന്നു ലയിച്ചാൽ പിന്നൊരു ഗാനം കേൾക്കണമോ, മതിയിലിണങ്ങി ചേർന്നാൽ പിന്നെ രൂപം നോക്കണമോ, രൂപം നോക്കണമോ. പനിനീർ മലരിനൊരിതൾ കൊഴിഞ്ഞാലും കാതി കുറഞ്ഞിടുമോ, നിൻ തളിർമേയിന് കൈ പോയാലും ചന്തം കുറഞ്ഞിടുമോ, ചന്തം കുറഞ്ഞ. നമ്മുടെ കരീം സാറ് ജ്ഞാനസുന്ദരി എന്ന് പറയുന്ന ചിത്രത്തിലെ കമുകറ പാടിയ ഈ പാട്ട് വളരെ മനോഹരമായിട്ടാണ് പാടിയത്. കാരണം അതിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു, അതിൻ്റെ കരോക്കെ ഇല്ല, ലിറിക്സ് ഇല്ല. എന്നിട്ടും സാർ അതൊക്കെ ലംഘിച്ച് വളരെ മനോഹരമായിട്ട് ആ പരിമിതികളൊക്കെ മറികടന്ന് വളരെ മനോഹരമായിട്ടാണ് പാടിയത്. നന്ദി സാർ. സാർ, അപ്പോൾ ഈ അയ്യപ്പൻ പിള്ള എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ എങ്ങനെയാണ് ഈ അഭയദേവ് എന്നുള്ള പേര് വന്നത്? അത് തൂലികാനാമമാണോ? തൂലികാനാമല്ല, പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് തൂലികാനാമമാണെന്ന്. അങ്ങനല്ല. കാരണം ഇതിനും മുമ്പ് തന്നെ അദ്ദേഹം പള്ളത്ത് അയ്യപ്പൻ പിള്ള എന്നുള്ള പേരിൽ പല ഇതും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കവിതകൾ എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, പല എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നാടകം എന്ന് പറയുന്നത് നവയുഗം എന്ന് പറയുന്ന നാടകം CP നിരോധിക്കുക പോലും ചെയ്ത നാടകമാണ്. ഇത് CPയുടെ ദുഷ്ഭരണത്തിനെതിരെയായിട്ടുള്ള നാടകമായിരുന്നു. അപ്പോൾ ഈ പേര് വന്നതിൻ്റെ കാരണം അദ്ദേഹം ആര്യ സമാജത്തിൽ പ്രവർത്തിച്ചു. ആര്യ സമാജത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അഭയദേവനെ കുറിച്ച് പറയാൻ. അപ്പോൾ അങ്ങനെ അതിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ പേര്, അതായത് ജാതി പേര് ഒഴിവാക്കിക്കൊണ്ട് അഭയദേവ് എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിൽ വരുന്ന വേറൊരാളുണ്ട് ഇതുപോലെ തന്നെ,
പി കേശവദേവ്. അദ്ദേഹം തന്നെ കേശവൻ എന്നുള്ള പേര് നിലനിർത്തി ജാതി പേര് ഒഴിവാക്കിയിട്ടാണ് കേശവദേവ് എന്ന് പറയുന്ന പേര് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു ഹിന്ദി പ്രചാരകനായിരുന്നു അദ്ദേഹം. വിശ്വഭാരതി എന്ന് പറയുന്ന ഒരു ഹിന്ദി പത്രം തന്നെ നടത്തിയിരുന്നു. മലയാളത്തിൽ നിന്ന് ഒരുപാട് കൃതികൾ ഹിന്ദിയിലേക്കും ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജീവിക്കാൻ മറന്നുപോയി സ്ത്രീ, വെട്ടൂർ രാമപിള്ളയുടെ നാടകം, അത് ഹിന്ദിയിലേക്ക് ഉണ്ട്. അതുപോലെ തന്നെ CJ-യുടെ അവൻ വീണ്ടും വരുന്നു, ഇത് ഹിന്ദിയിലേക്ക്. അന്ന് അത്തരത്തിൽ ഒരുപാട് പ്രവർത്തന മേഖലകളിൽ വ്യാപരിച്ച ഒരാളാണ് അഭയദേവ്. വേഴ്സറ്റൈലാണെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. അദ്ദേഹം ഈ മൊഴിമാറ്റം ആണല്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതിലാണ് ഫേമസ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ അല്ലേ. അപ്പോൾ അതിൽ ഈ നൂറോളം ചിത്രങ്ങളില്ലേ, ഒരു ശങ്കരാഭരണം, അവളൊരു തുടർക്കഥ, ചില നേരങ്ങളിൽ ചില മനുതർ, പിന്നെ തിരകൾ എഴുതിയ കവിത, സപ്തപതി, ഇങ്ങനെ ഒരുപാട്. എന്ന് പറഞ്ഞാൽ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ ഇത് മലയാള സിനിമ അല്ല എന്ന് നമുക്ക് തോന്നൂല. അത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അത് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഈ ഡബിങ് ചെയ്യുന്ന സിനിമകളുടെ പാട്ടുകൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് എഴുതാം. പക്ഷെ അദ്ദേഹം എഴുതിയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞാൽ എനിക്കിതിനൊരു പ്രതിഫലം കിട്ടുന്നുണ്ട്. പിന്നെ വയലാറും ബി ഭാസ്കരനും ഒക്കെ ഉണ്ട്, അത് അവരുടെ ഇതാണ്. അതെ അതെ, അതിൽ ഞാൻ കൈകടത്തുന്നത് ശരിയല്ല. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പാട്ടിലേക്ക് വന്നാലോ? അടുത്ത പാട്ട് നമ്മൾ പാടുന്നത് ജയദീഷ് സാറാണ്. ജയദീഷ് സാറിന് അറിയാലോ. ജയദീഷ് സാർ നമ്മളെ ഗ്രൂപ്പിൽ ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ അത് കാണാതെ പോകുന്ന ആളുകളില്ല, മുഴുവൻ പേരും. അത്രയ്ക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളാണ് ജയദീഷ് സാർ. നല്ലൊരു സിംഗറാണ്. ആണ്. അപ്പൊ സാറിന്റെ ഒരു പാട്ടുമൊക്കെ. മായമയനുടെ ലീല അത് മാനവനറിയും നീല. മായമയനുടെ ലീല അത് മാനവനറിയും നീല. ജഗമൊരു നാടകശാല, ഇതിലാടാതാർക്കും മേല മേല. മായമയനുടെ ലീല അത് മാനവനറിയും നീല. സൂത്രധരൻ തരുമാജ്ഞ നടത്തുക മാത്രം നമ്മൾക്കൊരു വേല. സൂത്രധരൻ തരുമാജ്ഞ നടത്തുക മാത്രം നമ്മൾക്കൊരു വേല. വേഷം കെട്ടുക, നടനം ചെയ്യുക, വേണ്ടെന്നോതാനാവീല. മായമയനുടെ ലീല അത് മാനവനറിയും നീല. പണ്ഡിതനാണെന്നൊരു ഭാവം, വെറും പാമരനല്ലോ നീ പാവം. പണ്ഡിതനാണെന്നൊരു ഭാവം, വെറും പാമരനല്ലോ നീ പാവം. പലതുമറിഞ്ഞു വേണ്ടതറിഞ്ഞില്ലെല്ലാമേ നിൻ വ്യാമോഹം. മായമയനുടെ ലീല അത് മാനവനറിയും നീല. മരണം വന്നു വിളിക്കുമ്പോഴൊരു ശരണം തരുവാനാളില്ല. മരണം വന്നു വിളിക്കുമ്പോഴൊരു ശരണം തരുവാനാളില്ല. പണവും പദവിയുമൊന്നും തന്നെ തുണയായി കൂട്ടിനു വരികില്ല. മായമയനുടെ ലീല അത് മാനവനറിയും നീല. ജഗമൊരു നാടകശാല, ഇതിലാടാതാർക്കും മേല മേല. മായമയനുടെ ലീല അത് മാനവനറിയും നീല. അത് മാനവനറിയും നീല. ജയദീഷ് സാറ് മായാമയനുടെ ലീല എന്നുള്ള സോങ് വളരെ മനോഹരമായിട്ട് തന്നെ പാടി. അതെ അതെ, എപ്പോഴത്തെയും പോലെ വളരെ മനോഹരമായിട്ട് തന്നെ പാടി. അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നു. സാർ, ഈ നമ്മുടെ ഫിലിം ഫീൽഡിൽ എല്ലാവരും അദ്ദേഹത്തെ പിന്നെ അഭയദേവ് സാർ എന്ന് വളരെ ബഹുമാനത്തോടു കൂടിയാണ് വിളിച്ചിരുന്നത്.
ഒരു ഉദാഹരണത്തിന് നമ്മുടെ ദക്ഷിണാമൂർത്തി സാറ്, എല്ലാവരും എന്ന് പറഞ്ഞാൽ സിനി ഫീൽഡിലുള്ള വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരും അദ്ദേഹത്തെ എങ്ങനെയാണ് വിളിച്ചിരുന്നത്? ഈ ബാലമുരളീകൃഷ്ണ അദ്ദേഹത്തിന്റെ ചെറുമകനെ അമ്പിളിക്കുട്ടൻ വീൽ ചെയറിലൊക്കെ ഇരുന്ന് പാടുന്ന, ചെറുപ്പത്തിലെ ഒരു കുട്ടിയായിരിക്കുമ്പോഴേ പോളിയോ വന്ന് 2 കാലിലും സ്വാധീനം ഇല്ലാത്ത കുട്ടിയാണ്. എല്ലാവർക്കും അറിയാവുന്ന നല്ല ഗായക സിംഗറാണ്. നമ്മളെ യുവജനോത്സവ വേദികളിലൊക്കെ ഒരുപാട് പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, സിനിമയിൽ പാടിയിട്ടുണ്ട്. അവരെ വീട്ടിൽ ചെന്ന് നടന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു, ബാലമുരളീകൃഷ്ണൻ നടന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അഭയദേവ് സാറിൻ്റെ ചെറുമകനാണ്. അപ്പോൾ സിനിമയിൽ കൂടുതൽ അവസരം കിട്ടുമെന്നുള്ളതുകൊണ്ട് അതിനെ കൂടുതൽ പഠിപ്പിക്കാൻ ചെന്നൈ ആവുമ്പോൾ നല്ലതാണെന്നുള്ളതുകൊണ്ടാണ്. അതെ, അവിടെ ഒരുപാട് സംഗീതജ്ഞരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെന്നൈയിൽ ഡോക്ടർ ബാലമുരളീകൃഷ്ണയുടെ വീടിനടുത്തായിട്ടൊരു വാടക വീട് എടുത്ത് ആണ് അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ അമ്പിളിക്കുട്ടനെ പഠിപ്പിക്കാൻ വേണ്ടി നടന്ന് അദ്ദേഹം അവിടെ ചെന്നിരുന്നു എന്നുള്ള, അപ്പോൾ ആ ഒരു അദ്ദേഹത്തോടുള്ള ബഹുമാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ശങ്കരാഭരണത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ശങ്കരാഭരണം എന്ന് പറയുന്ന സിനിമ റെക്കോർഡ് ഇതായിരുന്നു, കളക്ഷനായിരുന്നു ആ സിനിമയെ സംബന്ധിച്ച്. കാരണം അത് നമ്മുടെ വലിയ സിറ്റികളിലൊക്കെ ഒരു സിനിമ വരാനായിട്ട് കൂടുതൽ സമയമെടുക്കും. ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഒരു സിനിമ എത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരു ഫില്ലർ എന്നുള്ള നിലയ്ക്കാണ് ഈ ശങ്കരാഭരണം. ആരും വിചാരിച്ചില്ല ഇത്രയൊന്നും വിജയിക്കുന്നത്. 1 വർഷമാണ് ഒരു തിയേറ്ററിലേക്ക് അത് ഓടിയത്. അപ്പോൾ ഇങ്ങനെ ഇത് ഇത്രയും വിജയം കിട്ടിയപ്പോഴത്തേക്ക് ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ശങ്കരാഭരണം ഇത്രയും വിജയിച്ചല്ലോ, അപ്പം നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ പൈസ ഒന്നും കിട്ടിയില്ലെന്ന്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, ഇതേ ആളുകൾക്ക് വേണ്ടി ഞാൻ വേറൊരു ചിത്രം ഡബ് ചെയ്ത് കൊടുത്തിരുന്നു, അത് ഭയങ്കര നഷ്ടത്തിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ നഷ്ടവും കൂടെ ഞാൻ എനിക്ക് കിട്ടിയ പൈസ കുറച്ച് അവരുടെ നഷ്ടം നികത്താനും കൊടുക്കേണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അത്ര അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയുള്ള ഒരാളായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടെഴുത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഇപ്പോൾ അവസരം ഉണ്ടായിട്ടും അദ്ദേഹം എഴുതാതെ മറ്റുള്ളവർക്ക് കൊടുത്ത ആളാണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിരുന്നു അഭയദേവ്. അദ്ദേഹം ഈ 450-ഓളം പാട്ടുകൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. എനിക്കും ആദ്യം 1-2 പാട്ടുകളെ അറിയാമായിരുന്നു. പിന്നീട് നോക്കുമ്പോഴാണ് ഇദ്ദേഹം 450-ന് പുറത്ത് പാട്ടുകൾ മലയാളത്തിൽ എഴുതി. സാർ, അതിൽ ഈ 50-ൽ കൂടുതൽ പാട്ടുകൾ താരാട്ട് പാട്ടുകളാണെന്ന് പറയുന്നുണ്ടല്ലോ. താരാട്ട് പാട്ടുകളാണ്. അതിന് ആദ്യം നമ്മൾ പാടി തുടങ്ങിയ പാട്ട് അറിയാലോ, അതിനുശേഷം എത്രയോ പാട്ടുകൾ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പാട്ടാണ് സ്നേഹസീമ. അത് 1954 വന്ന സിനിമയാണ് എന്ന് പറഞ്ഞാൽ 70 വർഷം കഴിഞ്ഞു ഇപ്പോൾ അല്ലേ. അപ്പോൾ ഇപ്പോഴും വളരെ ലൈവായി നിൽക്കുന്ന ഒരു പാട്ടുണ്ട് അല്ലേ, കണ്ണും പൂട്ടി ഉറങ്ങുക നീ. ഇനിയിപ്പോൾ ആ പാട്ടൊന്ന് കേട്ടാലോ? തീർച്ചയായിട്ടും. കണ്ണും പൂട്ടി ഉറങ്ങുക നീ എന്നുള്ള മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് സൗമ്യ ടീച്ചറാണ്. നമ്മുടെ സജീവാംഗം കൂടിയായ സൗമ്യ ടീച്ചർ. കണ്ണും പൂട്ടി ഉറങ്ങുക നീ കണ്ണേ പുന്നാര പൊന്നുമകളെ, കണ്ണും പൂട്ടി ഉറങ്ങുക നീ കണ്ണേ പുന്നാര പൊന്നുമകളെ, അമ്മേ മച്ചനും ചാരത്തിരിപ്പൂ ചെമ്മേ നീ ഉറങ്ങോ മനക്കുഞ്ഞേ, അമ്മേ മച്ചനും ചാരത്തിരിപ്പൂ ചെമ്മേ നീ ഉറങ്ങോ മനക്കുഞ്ഞേ, കണ്ണും പൂട്ടി ഉറങ്ങുക നീ കണ്ണേ പുന്നാര പൊന്നുമകളെ. ഓമനക്കണ്ണുകൾ ചിമ്മുന്നു കൺമണി, ഓടിപ്പോ കാറ്റേ നീ ഒച്ച വയ്ക്കാതെ, താനാട്ടു പാടുവാനമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ, താനാട്ടു പാടുവാനമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ, കണ്ണും പൂട്ടി ഉറങ്ങുക നീ കണ്ണേ പുന്നാര പൊന്നുമകളെ. താരണിത്തു മുഖം സൂക്ഷിച്ചു നോക്കിയ തങ്കക്കുടത്തിനെ കണ്ണുവയ്ക്കാതെ, താരണിത്തു മുഖം സൂക്ഷിച്ചു നോക്കിയ തങ്കക്കുടത്തിനെ കണ്ണുവയ്ക്കാതെ, താമര കൺകളിൽ നിദ്ര വന്നല്ലോ, താമസിക്കാതെ ഉറങ്ങൂ എൻ തങ്കം, താമര കൺകളിൽ നിദ്ര വന്നല്ലോ, താമസിക്കാതെ ഉറങ്ങൂ എൻ തങ്കം.
കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നുമകളെ. കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നുമകളെ. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ എന്നുള്ള മനോഹരമായ ഗാനം സൗമ്യ ടീച്ചർ വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ആയിട്ട് പോലും വളരെ നല്ല രീതിയിൽ സൗമ്യ ടീച്ചർ പാടി. സൗമ്യ ടീച്ചറിന് ആശംസകൾ. പിന്നെ നമ്മൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ അഭയദേവിന്റെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ വളരെ കൃത്യമായിട്ട് നമ്മൾ അവതരിപ്പിച്ചില്ല. എന്നാൽ പോലും അധികം അറിയപ്പെടാത്ത അഭയദേവ് സാറിനെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിലൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊക്കെ ഒരു ചെറിയൊരു ചിത്രം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് വിചാരിക്കാം. അദ്ദേഹത്തിന് 1995 മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയെ അംഗീകരിച്ചുകൊണ്ട് GC ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹം അർഹിക്കുന്ന ഒരു അവാർഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അതിൻ്റെ പിന്നിൽ ഞങ്ങളോടൊപ്പം നിന്ന മുഴുവൻ പേരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ലക്കം, മൂന്നാമത്തെ ലക്കം, അത് വളരെ സശ്രദ്ധം വീക്ഷിച്ച ഗ്രാമീണർക്കാകെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.